പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോബ്ലം പകുതിയാക്കി വെച്ചിരിക്കുമായിരുന്നു. നിങ്ങളോട് അത് തന്നെ ഹോംവർക്ക് ആയിട്ടത് പൂർത്തിയാക്കാൻ പറഞ്ഞു. ചെയ്തു എല്ലാവരും. ഇങ്ങനെയാണ് ആൻസർ കിട്ടേണ്ടത്. x=1, y=2, z=3. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ക്യാപിറ്റൽ x=a−b വരെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. a−നകത്താണ് 1/-17 പുറത്ത് കിടന്നത്. പിന്നെ രണ്ടും മെട്രിക്സ് തമ്മിൽ ഗുണിക്കുന്ന ടേം തൊട്ടാണ് നമുക്ക് ചെയ്യാനുണ്ടാകുന്നത്. -1 × 8 പ്ലസ് -5 × 1 പ്ലസ് -1 × 4 വരും ഫസ്റ്റ് റോ ആയിട്ട്. ആ രണ്ട് മെട്രിക്സ് നിങ്ങൾ തമ്മിൽ ഗുണിച്ച് നോക്കി. സെക്കൻഡ് റോ ആയിട്ട് വരുന്നത് -8 × 8 പ്ലസ് -6 × 1 പ്ലസ് 9 × 4 ആണ്. അങ്ങനെ കിട്ടിയോ? തേർഡ് റോ ആയിട്ട് വരുന്നത് -10 × 8 പ്ലസ് 1 × 1 പ്ലസ് 7 × 4 ആണ്. അങ്ങനെ -1/17 ഇൻറ്റു ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -17 -34 -51 എന്ന കോളം മെട്രിക്സ് ആണ് വരുന്നത്. ഓരോ എലമെൻറ്റിനെയും -17 കൊണ്ട് ഹരിക്കണം, എന്ന് വെച്ചാൽ 1/-17 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എന്ത് കിട്ടി? ആദ്യത്തെ എലമെൻറ്റ് 1 ആയി മാറി, അടുത്തത് 2, അടുത്തത് 3. കോളം മെട്രിക്സ് 1, 2, 3 കിട്ടി. അത് ക്യാപിറ്റൽ എക്സ് എന്ന മെട്രിക്സ് ആണ് നമ്മൾ ഈ കണ്ടുപിടിച്ചത്. അത് കോളം മെട്രിക്സ് XYZ ആണ്, ഈ ക്യാപിറ്റൽ എക്സ് എന്ന മെട്രിക്സ്. അങ്ങനെ ഇതിന് തുല്യമായിട്ട് ഈ മെട്രിക്സ് എഴുതിക്കൊണ്ട് രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ എന്ന രീതി വെച്ച് x=1 എന്നും y=2 എന്നും z=3 എന്നും നമുക്ക് കിട്ടുകയാണ് ചെയ്യണത്. അങ്ങനെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കണ്ടു. അതായത് അവിടുത്തെ വേരിയബിൾസ് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വില കണ്ടുപിടിച്ചു. x1, y2, z3. ഇത് നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6. The value of determinant x(x-1), x+1, x is dash. ബ്രാക്കറ്റിലെ ആൻസറുകൾ 1, x, x², 0. നിങ്ങൾക്കറിയാം, ഒരു 2/2 ഡിറ്റർമിനൻ്റ് ചെയ്യാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് ഗുണിക്കുക, ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് അതിന് ശേഷം ഗുണിക്കുക, അവ തമ്മിൽ കുറയ്ക്കുക. അപ്പോൾ എന്താ കിട്ടുന്നത്? x² ആണ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് ഗുണിച്ചപ്പോൾ കിട്ടിയത്. ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ഗുണിക്കുമ്പോൾ x+1 × x-1. ഇവ തമ്മിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ x² മൈനസ് ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് ഇവ തമ്മിൽ ഗുണിക്കുന്നത് എഴുതുക, s² - 1. എന്തുകൊണ്ടാണ്? a+b × a-b എന്ന രൂപത്തിലാണിത്. a² - b². അപ്പോൾ എന്ത് കിട്ടി? x² - 1. അത് ബ്രാക്കറ്റ് കൊടുക്കുക, ഫ്രണ്ടിൽ മൈനസ് ആയതുകൊണ്ട്. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? s² ക്യാൻസലായി പോവും. പിന്നെ -1 വന്നിട്ട് അത് +1 ആയിട്ട് മാറുന്നു. അങ്ങനെ നമ്മുടെ ബ്രാക്കറ്റിലെ ആദ്യത്തെ ആൻസറായിട്ട് വരുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് ഡിറ്റർമിനൻറ്റ് 1, 1, 1, 1, -1, -1, 1, 1, -1 ഈസ് ഡാഷ്. ബ്രാക്കറ്റിലെ 4 ആൻസർ -4, 0, 1, 4. ഈ ഡിറ്റർമിനൻ്റെ വില കാണാനായിട്ട് ഒരു 3/3 ഡിറ്റർമിനൻ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്താണ് കണ്ടുപിടിച്ചത്. ഡിറ്റർമിനൻ്റ് എഴുതി ഈക്വൽ ടു ഫസ്റ്റ് റോ വെച്ച് ചെയ്യുകയാണ്. ഫസ്റ്റ് റോയിലെ ആദ്യത്തെ എലമെൻറ്റ് 1 ഇൻറ്റു ആ 1 ഉൾപ്പെട്ട റോയും കോളവും മാറ്റിക്കഴിഞ്ഞപ്പോൾ വരുന്ന ചെറിയ ഡിറ്റർമിനൻ്റ് -1, -1, 1, -1. ഇനി മൈനസ് സൈൻ കൊടുക്കണം. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് 1 ഇൻറ്റു ആ 1 ഉൾപ്പെട്ട റോയും കോളവും മാറ്റിക്കഴിയുമ്പോൾ ബാക്കി വരുന്ന ഡിറ്റർമിനൻ്റ് 1, -1, 1, -1. പ്ലസ് ആണ് ഇനി വേണ്ടത്. ഫസ്റ്റ് റോയിലെ അടുത്ത എലമെൻറ്റ് 1 ഇൻറ്റു ആ 1 ഉൾപ്പെട്ട റോയും കോളവും മാറ്റിക്കഴിയുമ്പോൾ ഡിറ്റർമിനൻ്റ് 1, -1, 1, 1. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ ഓരോ എലമെൻറ്റും അവയുടെ കോഫാക്റ്റേഴ്സും തമ്മിൽ ഗുണിച്ചിട്ട് എല്ലാം കൂടെ കൂട്ടുകയാണ് ചെയ്തത്. ഈ സെക്കൻഡ് എലമെൻറ്റായ 1ൻ്റെ മാത്രം കോഫാക്ടർ നെഗറ്റീവോട് കൂടിയ ഈ ഡിറ്റർമിനൻ്റായി. അതുകൊണ്ടാണ് ഇവിടെ മാത്രം മൈനസ് സൈൻ വന്നത്. കോഫാക്ടർ എങ്ങനെയാണ് കാണേണ്ടതെന്നൊക്കെ നിങ്ങൾ മറന്നുപോയോ? കോഫാക്ടർ കാണുന്നത് സൈനോട് കൂടിയ മൈനറാണ്. നടുക്ക് കിടക്കുന്ന 1 എവിടെ കിടക്കുന്ന എലമെൻറ്റാണ്? ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിൽ. അപ്പോൾ അതിൻ്റെ സൈൻ എങ്ങനെ എടുക്കുന്നത്? -1 raised to
ഫസ്റ്റ് റോ എന്ന 1 പ്ലസ് സെക്കൻഡ് കോളം എന്ന 2. 1 പ്ലസ് 2 ആണ് -1ന് റേസ് ടു ആയിട്ട് വരുന്നത്. -1 റേസ് ടു 3 മൈനസ്, അങ്ങനെയാണ് ഈ മൈനസ് വന്നത്. അപ്പോൾ ഈ സെക്കൻഡ് എലമെൻറ്റ് 1ൻ്റെ മാത്രം മൈനർ നെഗറ്റീവോട് കൂടിയ ഈ ഡിറ്റർമൻ്റാണ്. ആദ്യത്തെ എലമെൻറ്റ് മൈനർ ഈ പോസിറ്റീവ് ഡിറ്റർമൻ്റ് തന്നെ, അവസാനത്തെ 1ൻ്റെ മൈനറല്ല, ആദ്യത്തെ 1ൻ്റെ കോഫാക്ടർ ഈ പോസിറ്റീവ് ഡിറ്റർമൻ്റ് തന്നെ, അവസാനത്തെ 1ൻ്റെ കോഫാക്ടറും ഈ പോസിറ്റീവ് ഡിറ്റർമൻ്റ് തന്നെ. അവസാനത്തെ 1ൻ്റെ കോഫാക്ടർ എന്തുകൊണ്ടാണ് പോസിറ്റീവ് വന്നതെന്ന് വെച്ചാൽ ഈ 1ൻ്റെ സ്ഥാനം നോക്കുക, ഫസ്റ്റ് റോ തേർഡ് കോളം. അപ്പോൾ അതിൻ്റെ സൈൻ തീരുമാനിക്കുന്നത് -1 റേസ് ടു 1 പ്ലസ് 3 -1 റേസ് ടു 4, അതായത് പോസിറ്റീവ്. അപ്പോൾ ഒരു ഡിറ്റർമൻ്റെ വില 3/3 ഡിറ്റർമൻ്റെ വില ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. ഫസ്റ്റ് റോയിലെ ഓരോ എലിമെൻറ്റും അവയുടെ കോഫാക്ടേഴ്സും തമ്മിൽ ഗുണിച്ച് കൂട്ടുന്നു. 4 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. 1 ഇൻറ്റു മെയിൻ ഡയഗണൽ ഗുണിച്ചു 1 കിട്ടും, ഓഫ് ഡയഗണൽ ഗുണിച്ചു -1 കിട്ടും, അവ തമ്മിൽ കുറച്ചു. -1 ഇൻറ്റു മെയിൻ ഡയഗണൽ ഗുണിച്ചു -1, ഓഫ് ഡയഗണൽ ഗുണിച്ചു -1, അവ തമ്മിൽ കുറച്ചു. +1 ഇൻറ്റു മെയിൻ ഡയഗണൽ ഗുണിച്ചു 1, ഓഫ് ഡയഗണൽ ഗുണിച്ചു -1, അവ തമ്മിൽ കുറച്ചു. അപ്പോൾ 1 ഇൻറ്റു 2 -1 ഇൻറ്റു 0 വരും. ഇത് -1 +1 വന്നിട്ട് +1 ഇൻറ്റു ഇത് 2 വരും. അങ്ങനെ 4 എന്ന് ആൻസർ കിട്ടി. യൂസിങ് മെട്രിക്സ് മെത്തേഡ് സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. 3 ഇക്വേഷൻ വരുന്ന സിസ്റ്റം, 3 വേരിയബിൾ XYZ. 2 കണക്കിപ്പോൾ ചെയ്തല്ലേ. AX = B എന്ന് എഴുതുന്നു. മെട്രിക്സ് 1 1 2, അതാണ് ഫസ്റ്റ് റോ. സെക്കൻഡ് റോ 2 -1 3, തേർഡ് റോ എന്ന് പറയുന്നത് 3 -1 -1, അതായത് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും കോയിഫിഷ്യൻസ്. എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും കോയിഫിഷ്യൻസാണ് 1 1 2 2 -1 3 3 -1 -1. അതാണ് ക്യാപിറ്റൽ എന്ന മെട്രിക്സ് ഇൻറ്റു ക്യാപിറ്റൽ X എന്ന മെട്രിക്സ് കോളം മെട്രിക്സ് XYZ ഈക്വൽ ടു ക്യാപിറ്റൽ B എന്ന മെട്രിക്സ് 4 9 2 എന്ന കോളം മെട്രിക്സ്. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ക്യാപിറ്റൽ X ആണെന്ന മെട്രിക്സ് ആണ് കാണേണ്ടത്. ഫോർമുല A ഇൻവേഴ്സ് B. A ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല j/det(A). ആദ്യം നമുക്ക് det(A) കാണാം. ഡിറ്റർമിനൻറ്റ്, ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റായി ചോദിക്കണേ. 2 വരയ്ക്കുള്ളിൽ എഴുതുക. ഡിറ്റർമിനൻറ്റ് 1 1 2 2 -1 3 3 -1 -1 ഈസ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം 3/3 ഡിറ്റർമിനൻറ്റ് ഫസ്റ്റ് റോ വെച്ച് നമ്മൾ ചെയ്യും. നടുക്കത്തെ ചിഹ്നം മാത്രം മൈനസ് ഇട്ട് ഓർക്കണില്ലേ. ഫസ്റ്റ് റോ വെച്ച് ചെയ്യുവാണ്. 1 ഇൻറ്റു 1 ഉൾപ്പെട്ട റോയും കോളവും മാറ്റിക്കഴിയുമ്പോൾ വരുന്ന ഡിറ്റർമിനൻറ്റ് ഇത്. ഡിറ്റർമിനൻറ്റ് -1 3 -1 -1. ഇനി മൈനസ് സൈൻ കൊടുത്തിട്ട് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് 1 ഇൻറ്റു ആ 1 ഉൾപ്പെട്ട റോയും കോളവും മാറ്റിക്കഴിയുമ്പോൾ വരുന്ന നോക്കാം. റോയും കോളവും മാറ്റിക്കഴിയുമ്പോൾ വരുന്ന ഡിറ്റർമിനൻറ്റ് 2 3 3 -1, അതാ കൂടെ വരും. പ്ലസ് ഇട്ടിട്ട് ഫസ്റ്റ് റോയിലെ അടുത്ത എലമെൻറ്റ് 2 ഇൻറ്റു ആ 2 ഉൾപ്പെട്ട റോയും കോളവും മാറ്റിക്കഴിയുമ്പോൾ വരുന്ന ഡിറ്റർമിനൻറ്റ് 2 -1 3 -1. ഇനി കാൽക്കുലേഷൻ മാത്രം ചെയ്താൽ മതി. 1 ഇൻറ്റു മെയിൻ ഡയഗണൽ ഗുണിച്ചു 1 കിട്ടി, ഓഫ് ഡയഗണൽ ഗുണിച്ചു -2 കിട്ടി, ഇടയ്ക്ക് -1 ഇൻറ്റു മെയിൻ ഡയഗണൽ ഗുണിച്ചു -2, ഓഫ് ഡയഗണൽ ഗുണിച്ചു 9, ഇടയ്ക്ക് +2 ഇൻറ്റു മെയിൻ ഡയഗണൽ ഗുണിച്ചു -2, ഓഫ് ഡയഗണൽ ഗുണിച്ചു -3, ഇടയ്ക്ക് -1 ഇൻറ്റു 4 -1 ഇൻറ്റു -11 +2 ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ +1. അങ്ങനെ 4 + 11 + 2 17 എന്ന് കിട്ടി. ഇനി നമുക്ക് അഡ്ജ് എന്ന മെട്രിക്സും കൂടി കാണാനുണ്ട്. അഡ്ജ് എന്ന മെട്രിക്സ് കിട്ടണമെങ്കിൽ ആദ്യം കാണേണ്ടത് കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ ആണ്. അതിനുള്ള എളുപ്പവഴി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഈ കാണുന്നതാണ്. നമ്മുടെ ആ മെട്രിക്സിലെ എലമെൻറ്റ്സ് ഒരു തവണ, രണ്ടാമത്തെ തവണ, അതുപോലെ മൂന്നാമത്തെ തവണ, നാലാമത്തെ തവണ ഇങ്ങനെ എഴുതുക. നമ്മുടെ മെട്രിക്സിലെ എലമെൻറ്റ്സ് തന്നെ
1 1 2 2 minus 1 3 3 minus 1 minus 1 കണ്ടോ 1 1 2 2 minus 1 3 3 minus 1 minus 1 ഒരു പ്രാവശ്യം എഴുതി രണ്ടാമത്തെ പ്രാവശ്യം എഴുതി മൂന്നാമത്തെ പ്രാവശ്യം എഴുതി നാലാമത്തെ പ്രാവശ്യം എഴുതി എന്നിട്ട് അരികു ചേർത്ത് ഇങ്ങനെ വെട്ടിക്കളയുക. ബാക്കി വരുന്നത് ഒരു റോയാണ് ആദ്യം വരയ്ക്കാവുള്ളൂ, എല്ലാം കൂടെ വരയ്ക്കരുത്. കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ എഴുതുവാണ്. മെയിൻ ഡയഗണൽ ഗുണിച്ചു 1 കിട്ടി, ഓഫ് ഡയഗണൽ ഗുണിച്ചു -2 കിട്ടി, കുറച്ചു. അടുത്തത് മെയിൻ ഡയഗണൽ ഗുണിച്ചു 9 കിട്ടി, ഓഫ് ഡയഗണൽ ഗുണിച്ചു -2 കിട്ടി, കുറച്ചു. മെയിൻ ഡയഗണൽ ഗുണിച്ചു -2 കിട്ടി, ഓഫ് ഡയഗണൽ ഗുണിച്ചു -3 കിട്ടി, കുറച്ചു. അങ്ങനെ നമുക്ക് ഈ കോഫാക്ടർ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ ഉണ്ടാക്കാൻ പറ്റി. ഇനി അടുത്ത വരയിടുക. 1 2 3. അത് സെക്കൻഡ് റോയിലേക്ക് വേണ്ടി നമ്മൾ എടുക്കാൻ പോവുകയാണ്. മെയിൻ ഡയഗണൽ ഗുണിച്ചു -2 ഈ എഴുതിയേക്കണം, ഓഫ് ഡയഗണൽ ഗുണിച്ചു -1 എഴുതിയിട്ടുണ്ട്, കുറച്ചു. മെയിൻ ഡയഗണൽ ഗുണിച്ചു -1, ഓഫ് ഡയഗണൽ ഗുണിച്ചു 6 കുറച്ചു. മെയിൻ ഡയഗണൽ ഗുണിച്ചു 3 മൈനസ് ഇടണമല്ലോ, ഓഫ് ഡയഗണൽ ഗുണിച്ചു -1. അങ്ങനെ സെക്കൻഡ് റോ കിട്ടി. ഇനി അടുത്ത വരെ ഇട്ടു 1 2 3. തേർഡ് റോയിലേക്ക് നമ്മൾ പോവുകയാണ്. മെയിൻ ഡയഗണൽ ഗുണിച്ചു 3, ഓഫ് ഡയഗണൽ ഗുണിച്ചു -2 കുറച്ചു. മെയിൻ ഡയഗണൽ ഗുണിച്ചു 4, ഓഫ് ഡയഗണൽ ഗുണിച്ചു 3 കുറച്ചു. മെയിൻ ഡയഗണൽ ഗുണിച്ചു -1, ഓഫ് ഡയഗണൽ ഗുണിച്ചു 3 3 അല്ല 2 കുറച്ചു. അങ്ങനെ നമ്മുടെ കോഫാക്ടർ മെട്രിക്സ് കിട്ടിയത് മെട്രിക്സ് 4 11 1 -1 -7 4 5 1 -3 ആണ്. ഈ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണല്ലോ അഡ്ജെ എന്ന മെട്രിക്സ്. അപ്പോൾ അഡ്ജെ എന്ന മെട്രിക്സ് എന്താണ്? മെട്രിക്സ് 4 -1 5 ഫസ്റ്റ് റോ ആയിട്ടും 11 -1 1 സെക്കൻഡ് റോ ആയിട്ടും 1 4 -3 തേർഡ് റോ ആയിട്ടും എഴുതി വെച്ചാൽ മതി. അങ്ങനെ നമുക്ക് അഡ്ജയും കിട്ടി, ഡിറ്റർമിനൻ്റ് ഓഫ് എയും കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കാണാം? എ ഇൻവേഴ്സ് കാണാം. എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു അഡ്ജെ ഈ കിടക്കണേ അഡ്ജെ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഡിറ്റർമിനൻ്റ് ഓഫ് എ 17 ആയിരുന്നു. അപ്പം 1/17 ഇട്ടാൽ മതി, ബൈക്ക് പകരം 1/17 ഇൻറ്റു ഈ മെട്രിക്സ്. അങ്ങനെ എ ഇൻവേഴ്സ് കിട്ടി. നമുക്ക് ക്യാപിറ്റൽ എക്സ് കാണാൻ പാകത്തിനായിട്ടുണ്ട്. ക്യാപിറ്റൽ എക്സിൻ്റെ ഫോർമുല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എ ഇൻവേഴ്സ് ഇപ്പോൾ കിട്ടി, ഇൻറ്റു ഈ ബി എന്ന മെട്രിക്സ് ഇട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 1/17 ഇൻറ്റു മെട്രിക്സ് 4 -1 5 11 -1 1 1 4 -3 ഇൻറ്റു കോളം മെട്രിക്സ് 4 9 2. 1/17 ഇൻറ്റു മെട്രിക്സ് ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഗുണിച്ച് കൂട്ടി. 4 × 4 പ്ലസ് -1 × 9 പ്ലസ് 5 × 2 ഫസ്റ്റ് റോയിൽ എഴുതി. സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്തു, അതുകൊണ്ട് കോളം ഗുണിച്ച് എഴുതി. 11 × 4 പ്ലസ് -7 × 9 പ്ലസ് 1 × 2. തേർഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഗുണിച്ച് കൂട്ടി. 1 × 4 പ്ലസ് 4 × 9 പ്ലസ് -3 × 2 സമം 1/17 ഇൻറ്റു മെട്രിക്സ് 16 - 9 പ്ലസ് 10 44 - 63 പ്ലസ് 2 4 പ്ലസ് 36 - 6 എന്ന മെട്രിക്സാണ് കിട്ടിയത്. 1/17 ഇൻറ്റു മെട്രിക്സ് 17 - 17 34 വന്നിട്ട് 1/17 കൊണ്ട് ഗുണിക്കുമ്പോൾ അത് കോളം മെട്രിക്സ് 1 -1 2 ആയിട്ട് മാറുന്നു. നമ്മുടെ ഈ ക്യാപിറ്റൽ എക്സ് എന്നത് കോളം മെട്രിക്സ് XYZ ആയതുകൊണ്ടാവാം തുല്യമായിട്ട് എഴുതി തുല്യപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് എക്സ് 1 ആണെന്നും y -1 ആണെന്നും z 2 ആണെന്നും കിട്ടും. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ ഈസ് ഇക്വൽ ടു മെട്രിക്സ് A1 1 14ാമത്തെ പേജിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ ഈസ് ഇക്വൽ ടു മെട്രിക്സ് A1 1 0 is such that a square is equal to I, then small a is equal to dash 1 - 1 0 2. എ എന്ന മെട്രിക്സ് തന്നിട്ട് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, എയുടെ സ്ക്വയർ ഐ എന്ന മെട്രിക്സ് ആണ്. എങ്ങനെയാണ് എ സ്ക്വയർ കാണുന്നത്? എ ഇൻറ്റു എ സമം മെട്രിക്സ് A1 1 0 ഇൻറ്റു മെട്രിക്സ് A1 1 0. നമുക്ക് മെട്രിക്സ് ഗുണിക്കാൻ അറിയാം. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഗുണിച്ച് കൂട്ടി. എ ഇൻറ്റു എ പ്ലസ് 1 × 1 അതാണ് എ സ്ക്വയർ പ്ലസ് 1.
ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം ഗുണിച്ച് കൂട്ടി. എ ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 0, അതാണ് എ പ്ലസ് 0. സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഗുണിച്ച് കൂട്ടി. 1 ഇൻറ്റു എ പ്ലസ് 0 ഇൻറ്റു 1, അപ്പോൾ എന്ത് കിട്ടി? എ പ്ലസ് 0. സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളം ഗുണിച്ച് കൂട്ടി. 1 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0, എന്ത് കിട്ടി? 1 പ്ലസ് 0 സമം മെട്രിക്സ് എ സ്ക്വയർ പ്ലസ് 1 എ 1 എന്ന് കിട്ടി. ഈ എ സ്ക്വയർ എന്ന മെട്രിക്സ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഐ. അപ്പോൾ എ സ്ക്വയർ ഈസ് ഇക്വൽ ടു ഐ ഇംപ്ലൈസ് മെട്രിക്സ് എ സ്ക്വയർ പ്ലസ് 1 എ 1 ഈസ് ഈക്വൽ ടു മെട്രിക്സ്. ഇതൊരു 2/2 മെട്രിക്സ് ആയതുകൊണ്ട് നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എടുക്കേണ്ടത് 2/2 ആണ്. മെട്രിക്സ് 1 0 0 1. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തുല്യമായതുകൊണ്ട് സ്മോൾ എ സമം 0 എന്ന് കിട്ടുന്നു. ഇവിടെ അത് തന്നെ, സ്മോൾ എ സമം 0. എ 0 ആണെങ്കിൽ 0 സ്ക്വയർ പ്ലസ് 1 വന്നിട്ട് ഈ 1 തുല്യം വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് എ 0 എന്ന് ഉറപ്പിക്കാം. സോൾവ് ദി സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ് 4, 2x പ്ലസ് വൈ മൈനസ് ഡി ഇസഡ് 0, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് 2 യൂസിങ് മെട്രിക്സ് മെത്തേഡ്. നിങ്ങൾക്ക് 3-4 കണക്കുകളായിട്ടുണ്ട് ഇങ്ങനെ 3 ഇക്വേഷൻ വരുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ. നമ്മൾ എക്സ് ഈസ് ഇക്വൽ ടു ബി എന്ന് എഴുതുന്നു. മെട്രിക്സ് ഫോമിൽ എഴുതുവാണിത്. മെട്രിക്സ് ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ ഈ 2 ലൈനാണ് എഴുതേണ്ടത്. ഇങ്ങനെയൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ട് മെട്രിക്സ് ഫോമിൽ എഴുതുക ആ സിസ്റ്റം ഓഫ് ഇക്വേഷനെ എന്ന ക്വസ്റ്റ്യൻ എങ്ങാനും ചോദിച്ചാൽ ഈ ആദ്യത്തെ ലൈനും ഈ രണ്ടാമത്തെ ലൈനുമാണ് എഴുതേണ്ടത്. അത്ര എഴുതിയാൽ മാത്രം മതി. എക്സ് ഈസ് ഇക്വൽ ടു ബി എന്ന് എഴുതിയിട്ട് എ എന്ന മെട്രിക്സ് ഇൻറ്റു എക്സ് എന്ന മെട്രിക്സ് സമം ബി എന്ന മെട്രിക്സ് എഴുതി വയ്ക്കുന്ന ഈ 2 ലൈൻ ചേർന്നതാണ് റൈറ്റ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇൻ മെട്രിക്സ് ഫോം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് നമ്മൾ ഈ വലിയ കണക്കിൽ ആദ്യം എഴുതുന്നത്. എ എക്സ് ഈസ് ഇക്വൽ ടു, വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സൈഡിൽ ഇത് രണ്ടും കൂടെ വരച്ച് മെട്രിക്സ് ഫോം എന്ന് എഴുതി വെച്ചാലേ, അല്ലെങ്കിൽ അടുത്ത ദിവസം ഇങ്ങനെ വരുന്ന കണക്കിൻ്റെ സൈഡിൽ ഞാൻ എഴുതി ഇടാം. എ എക്സ് ഈസ് ഇക്വൽ ടു ബി മെട്രിക്സ് കോയിഫിഷ്യൻസ് 1 -1 1 ഫസ്റ്റ് റോ, 2 1 -3 സെക്കൻഡ് റോ, 1 1 1 തേർഡ് റോ ഇൻറ്റു കോളം മെട്രിക്സ് എക്സ് വൈ സെഡ് സമം കോളം മെട്രിക്സ് 4 0 2. നമുക്ക് കാണേണ്ടത് ക്യാപിറ്റൽ എക്സ് ആണ്. അത് എ ഇൻവേഴ്സ് ബി വഴി കിട്ടും. അപ്പോൾ അതിൽ കാണുന്ന എ ഇൻവേഴ്സ് കാണണം. അഡ്ജ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ വഴി കിട്ടും. അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന മെട്രിക്സ് ആണ് അഡ്ജ എന്ന് എഴുതിയിരിക്കുന്നത്. ആദ്യം നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻറ്റ് 1 -1 1 2 1 -3 1 1 1 ഈക്വൽ ടു ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുകയാണ്. 1 ഇൻറ്റു 1 ഉൾപ്പെട്ട റോയും കോളവും മാറ്റി കഴിയുമ്പോൾ വരുന്ന ചെറിയ ഡിറ്റർമിനൻറ്റ് 1 -3 1 1. ഇനി മൈനസ് സൈൻ കൊടുക്കണം. എന്നിട്ട് ഈ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് -1 ഇൻറ്റു, അപ്പോൾ 2 മൈനസ് അവിടെ വരുന്നുണ്ട്. ആ -1 ഉൾപ്പെട്ട റോയും കോളവും മാറ്റി കഴിയുമ്പോൾ 2 -3 1 1 എന്ന ഡിറ്റർമിനൻറ്റ് വരുന്നു. ഇനി പ്ലസ് സൈൻ കൊടുത്തിട്ട് ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻറ്റ് 1 ഇൻറ്റു ആ 1 ഉൾപ്പെട്ട റോയും കോളവും മാറ്റി കഴിയുമ്പോൾ 2 1 1 1 എന്ന ഡിറ്റർമിനൻറ്റ് കിട്ടുന്നു. സമം 1 ഇൻറ്റു മെയിൻ ഡയഗണൽ ഗുണിച്ചു 1, ഓഫ് ഡയഗണൽ ഗുണിച്ചു -3, അവ തമ്മിൽ കുറച്ചു. +1 ഇൻറ്റു മെയിൻ ഡയഗണൽ ഗുണിച്ചു 2, ഓഫ് ഡയഗണൽ ഗുണിച്ചു -3, അവ തമ്മിൽ കുറച്ചു. +1 ഇൻറ്റു മെയിൻ ഡയഗണൽ ഗുണിച്ചു 2, ഓഫ് ഡയഗണൽ ഗുണിച്ചു 1, അവ തമ്മിൽ കുറച്ചു. ഈക്വൽ ടു 1 ഇൻറ്റു 4 പ്ലസ് 1 ഇൻറ്റു 5 പ്ലസ് 1 ഇൻറ്റു 1, അങ്ങനെ 10 ആൻസർ കിട്ടി. ഇനി നമ്മളിങ്ങനെ വരച്ച് വെട്ടിക്കളഞ്ഞ് ചെയ്യുന്ന എന്തിനാണ്? കോഫാക്ടർ മെട്രിക്സ് കണ്ട് അഡ്ജയെ കാണാൻ വേണ്ടി. നമ്മുടെ മെട്രിക്സ് ഇതായിരുന്നു. 1 -1 1 2 1 -3 1 1 1. ഒരു തവണ അത് എഴുതി, രണ്ടാമത്തെ തവണ എഴുതി, മൂന്നാമത്തെ തവണ എഴുതി, നാലാമത്തെ തവണ എഴുതി, അരികു തോറും വെട്ടിക്കളഞ്ഞു. ഇനി 1 2 3 ഇത്രയും മാത്രം വരച്ചു. അത് ചെയ്തു. കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ ഈസ് ഇക്വൽ ടു മെട്രിക്സ്, ഇവ തമ്മിൽ ഗുണിച്ച് 1, ഇവ തമ്മിൽ ഗുണിച്ച് -3, അവ തമ്മിൽ കുറച്ചു. അടുത്തത് -3യും 1 ഗുണിച്ച് -3, 1ഉം 2ഉം കൂടെ ഗുണിച്ച് 2 കുറച്ചു. മെയിൻ ഡയഗണൽ ആദ്യം ഗുണിക്കുന്നു. ഇവ തമ്മിൽ ഗുണിച്ചപ്പോൾ 2, ഓഫ് ഡയഗണൽ ഗുണിച്ചപ്പോൾ 1, അവ തമ്മിൽ കുറച്ചു.
സെക്കൻഡ് റോ എന്ന് പറയണത് മെയിൻ ഡയഗണൽ ആദ്യം ഗുണിക്കുന്നു. 1 × 1 ഗുണിച്ചു 1 മൈനസ് ഓഫ് ഡയഗണൽ പിന്നെ ഗുണിക്കുന്നു. അപ്പോൾ കിട്ടിയത് -1. അടുത്തത് 1 × 1 1 മൈനസ് ഓഫ് ഡയഗണൽ പിന്നെ ഗുണിക്കുന്നു. അവിടെയും 1. മെയിൻ ഡയഗണൽ ആദ്യം ഗുണിച്ചു -1, ഓഫ് ഡയഗണൽ പിന്നെ ഗുണിച്ചു 1, അവ തമ്മിൽ കുറച്ചു. പിന്നെ വീണ്ടും അടുത്ത സെറ്റ് 3 വരെ ഇടുക. തേർഡ് റോ എഴുതാൻ വേണ്ടി ആദ്യം മെയിൻ ഡയഗണൽ ഗുണിച്ചു. അപ്പോൾ കിട്ടിയത് +3 മൈനസ് ഓഫ് ഡയഗണൽ ഗുണിച്ചപ്പോൾ 1. അടുത്ത സെറ്റ് മെയിൻ ഡയഗണൽ ഗുണിച്ചപ്പോൾ 2, ഓഫ് ഡയഗണൽ ഗുണിച്ചപ്പോൾ -3, അവ തമ്മിൽ കുറച്ചു. മെയിൻ ഡയഗണൽ ഗുണിച്ചപ്പോൾ 1 കിട്ടി, ഓഫ് ഡയഗണൽ ഗുണിച്ചപ്പോൾ -2 കിട്ടി, അവ തമ്മിൽ കുറച്ചു. ഈക്വൽ ടു മെട്രിക്സ് 4 -5 1 2 0 -2 2 5 3. ഇങ്ങനെ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് അഡ്ജ കാണാൻ വേണ്ടി ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. ഫസ്റ്റ് കോളം എടുത്ത് ഫസ്റ്റ് റോ ആയിട്ടും സെക്കൻഡ് കോളം സെക്കൻഡ് റോ ആയിട്ടും തേർഡ് കോളം തേർഡ് റോ ആയിട്ടും മാറ്റി എഴുതുക. അഡ്ജ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 4 2 2 ഫസ്റ്റ് റോ ആയിട്ടും -5 0 5 സെക്കൻഡ് റോ ആയിട്ടും 1 -2 3 തേർഡ് റോ ആയിട്ടും കിട്ടി. അഡ്ജയും ഡിറ്റർമിനൻ്റ് ഓഫ് എയും കിട്ടിയത് കൊണ്ട് എ ഇൻവേഴ്സ് കാണാൻ പറ്റും. എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു അഡ്ജ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ കിട്ടിയത് 10 ആണ്. അപ്പോൾ 1/10 ഇൻറ്റു മെട്രിക്സ് 4 2 2 -5 0 5 1 -2 3. ഇങ്ങനെ നമുക്ക് എ ഇൻവേഴ്സ് കിട്ടി. ഇനി ക്യാപിറ്റൽ എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഇത്രയും കാര്യം എ ഇൻവേഴ്സ് ആണ്, തൊട്ട് മുകളിൽ കിടക്കണം. ഇൻറ്റു ബി എന്ന മെട്രിക്സ് കോളം മെട്രിക്സ് 4 0 2. അപ്പോൾ 1/10 ഇൻറ്റു മെട്രിക്സ് 4 × 4 പ്ലസ് 2 × 0 പ്ലസ് 2 × 2. അതാണ് ഫസ്റ്റ് റോ. സെക്കൻഡ് റോ -5 × 4 പ്ലസ് 0 × 0 പ്ലസ് 5 × 2. തേർഡ് റോ 1 × 4 പ്ലസ് -2 × 0 പ്ലസ് 3 × 2 സമം 1/10 ഇൻറ്റു മെട്രിക്സ് 20 -10 10. ഇത് മനസ്സിലാകാത്തതുകൊണ്ട് ഒന്നും എഴുതിയിട്ടുണ്ട്. 1/10 ഇൻറ്റു കോളം മെട്രിക്സ് 20 -10 10. അപ്പോൾ മെട്രിക്സ് 2 -1 1 ആണ് കിട്ടിയത്. അത് ക്യാപിറ്റൽ എക്സ് എന്ന മെട്രിക്സ് കോളം മെട്രിക്സ് XYZ ആയതുകൊണ്ട് അത് എഴുതിയിട്ട് രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ എന്ന കാര്യം വെച്ച് സ്മോൾ എക്സ് ഈസ് ഈക്വൽ ടു 2 y ഈസ് ഈക്വൽ ടു -1 z ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അങ്ങനെ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റി. Question number 9. If A is 2/2 matrix with a determinant of A 5, then Adj is equal to determinant of Adj is equal to dash. നിങ്ങൾ പഠിച്ചൊരു ഫോർമുലയാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജെ കാണാൻ ഡിറ്റർമിനൻ്റ് ഓഫ് എ തന്നിട്ട് നമുക്കിങ്ങനെ ഒരു ഫോർമുലയുണ്ട്. ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജെ സമം ഡിറ്റർമിനൻ്റ് ഓഫ് എ റേസ് ടു n-1. ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജെ സമം ഡിറ്റർമിനൻ്റ് ഓഫ് എ റേസ് ടു n-1. അപ്പോൾ 5 റേസ് ടു n ഇവിടെ 2 ആണ്. ഓർഡറാണ് ഉദ്ദേശിക്കുന്നത്. ഒരേ ഓർഡറുള്ള നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും തുല്യമായിട്ടുള്ള മെട്രിക്സേ തരുള്ളൂ. കാരണം അങ്ങനെയുള്ളൊരു സ്ക്വയർ മെട്രിക്സ് നല്ല ഡിറ്റർമിനൻ്റ് ഉള്ളൂ. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ റേസ് ടു n-1ൽ n 2 ആയിട്ട് വരുന്നു. 5 റേസ് ടു 2 - 1 5 റേസ് ടു 1 5 എന്ന് കിട്ടി. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ യൂസിങ് മെട്രിക്സ് മെത്തേഡ്. 3 ഇക്വേഷൻ തന്നിട്ട് ഇതിനു മുമ്പ് ചെയ്ത കണക്ക് പോലെ തന്നെ AX ഈസ് ഈക്വൽ ടു B എന്ന് നമ്മൾ ആദ്യം എഴുതും. എ എന്നുള്ള മെട്രിക്സ് അതാണ് കോയിഫിഷ്യൻസിൻ്റെ മെട്രിക്സ് 1 1 1 ഫസ്റ്റ് റോ ആയിട്ടും 2 3 -1 സെക്കൻഡ് റോ ആയിട്ടും 1 -1 1 തേർഡ് റോ ആയിട്ടും വരും. ഇൻറ്റു കോളം മെട്രിക്സ് XYZ ഈസ് ഈക്വൽ ടു കോളം മെട്രിക്സ് 1 6 -1. ക്യാപിറ്റൽ എക്സ് കാണണം എ ഇൻവേഴ്സ് ബി എന്ന ഫോർമുല വെച്ച്. എ ഇൻവേഴ്സ് കാണണം അഡ്ജെ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ വെച്ച്. ഡിറ്റർമിനൻ്റ് ഓഫ് എ സമം ഡിറ്റർമിനൻ്റ് 1 1 1 2 3 -1 1 -1 1 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റോ വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. 1 ഇൻറ്റു 1 ഉൾപ്പെട്ട റോയും കോളവും മാറ്റിക്കഴിയുമ്പോൾ ഡിറ്റർമിനൻ്റ് 3 -1 -1 1 മൈനസ് ഫസ്റ്റ് റോയിലെ അടുത്ത എലമെൻറ്റ് 1 ഇൻറ്റു ആ 1 ഉൾപ്പെട്ട റോയും കോളവും മാറ്റിക്കഴിഞ്ഞാൽ 2 -1 1 1 പ്ലസ് ഫസ്റ്റ് റോയിലെ അടുത്ത എലമെൻറ്റ് 1 ഇൻറ്റു ആ 1 ഉൾപ്പെട്ട റോയും കോളവും മാറ്റിക്കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് 2 3 1 -1 ഈക്വൽ ടു 1 ഇൻറ്റു മെയിൻ ഡയഗണൽ ഗുണിച്ചു 3 ഓഫ് ഡയഗണൽ ഗുണിച്ചു 1 കുറച്ചു
-1 ഇൻറ്റു മെയിൻ ഡയഗണൽ ഗുണിച്ച് 2 ഓഫ് ഡയഗണൽ ഗുണിച്ച് -1 കുറച്ചു +1 ഇൻറ്റു മെയിൻ ഡയഗണൽ ഗുണിച്ച് -2 ഓഫ് ഡയഗണൽ ഗുണിച്ച് 3 കുറച്ചു 1 ഇൻറ്റു 2 -1 ഇൻറ്റു 3 +1 ഇൻറ്റു -5 അങ്ങനെ നമുക്ക് -6 എന്ന് കിട്ടി. ഇനി നമ്മളിങ്ങനെ മെട്രിക്സ് 4 തവണ ഇത് ഒരു തവണ എഴുതിയത് രണ്ടാമത്തെ തവണ മൂന്നാമത്തെ തവണ നാലാമത്തെ തവണ എഴുതി ഇങ്ങനെ അരികെ ചേർന്ന് വരച്ച് വെച്ചു. ഈ 3 വര മാത്രം ഇട്ടിട്ട് കോഫാക്ടർ മെട്രിക്സ് ഓഫ് എയുടെ ഫസ്റ്റ് റോ നമ്മൾ എഴുതാൻ പോവുകയാണ്. 3 മൈനസ് ഇവ ഗുണിച്ചപ്പോൾ 1 പഠിച്ചല്ലോ. ഇവ തമ്മിൽ ഗുണിച്ചപ്പോൾ -1, ഇവ തമ്മിൽ ഗുണിച്ചപ്പോൾ 2 അവ കുറച്ചു. ഇവ ആദ്യം ഗുണിച്ചു -2, പിന്നെ ഇത് ഗുണിച്ചു 3 അവ കുറച്ചു. ഇനി പിന്നെ ഈ 3 വര ഇട്ടിട്ട് സെക്കൻഡ് റോ എഴുതാൻ പോവുകയാണ്. മെയിൻ ഡയഗണൽ ഗുണിച്ചു -1, ഓഫ് ഡയഗണൽ ഗുണിച്ചു 1 കുറച്ചു, മെയിൻ ഡയഗണൽ ഗുണിച്ചു 1 ഓഫ് ഡയഗണൽ ഗുണിച്ചു 1 കുറച്ചു, മെയിൻ ഡയഗണൽ ഗുണിച്ചു 1 ഓഫ് ഡയഗണൽ ഗുണിച്ചു -1 കുറച്ചു. വീണ്ടും അടുത്ത സെറ്റ് 3 വരെ ഇട്ടിട്ട് മെയിൻ ഡയഗണൽ ഗുണിച്ച് -1 ഓഫ് ഡയഗണൽ ഗുണിച്ച് 3 കുറച്ചു, മെയിൻ ഡയഗണൽ ഗുണിച്ചു 2 ഓഫ് ഡയഗണൽ ഗുണിച്ച് -1 കുറച്ചു, മെയിൻ ഡയഗണൽ ഗുണിച്ച് 3 ഓഫ് ഡയഗണൽ ഗുണിച്ച് 2 കുറച്ചു. നമുക്ക് ഏതായാലും കോഫാക്ടർ മെട്രിക്സ് ആയിട്ട് മെട്രിക്സ് 2 -3 -5 -2 0 2 -4 3 1 കിട്ടി. അപ്പോൾ നമ്മുടെ അഡ്ജ് ചെയ്യുന്ന മെട്രിക്സ് ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണല്ലോ. അപ്പോൾ ഏതാണ് ആ മെട്രിക്സ്? മെട്രിക്സ് 2 -2 -4 ഫസ്റ്റ് റോ ആയിട്ടും -3 0 3 സെക്കൻഡ് റോ ആയിട്ടും -5 2 1 തേർഡ് റോ ആയിട്ടും എഴുതി വയ്ക്കുന്ന മെട്രിക്സ് ആണ് അഡ്ജ്. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? അഡ്ജ് ബൈ ഈ കിട്ടിയ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഫോർമുലയൊക്കെ ഇപ്പോൾ എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ -6 കൊണ്ട് ഹരിക്കുന്നതിന് പകരം -6 ആണ് നമ്മുടെ ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഹരിക്കുന്നതിന് പകരം 1/-6 ഇട്ടാൽ മതി. പിന്നെ അഡ്ജ് എന്ന മെട്രിക്സ് ഇട്ടാൽ മതി. അഡ്ജ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. ക്യാപിറ്റൽ എക്സ് കാണാൻ എ ഇൻവേഴ്സ് ഇത്രയും ഇൻറ്റു ബി എന്ന മെട്രിക്സ്. ബി എന്ന മെട്രിക്സ് നമ്മുടെ കോളം മെട്രിക്സ് 1 6 -1 ആയിരുന്നു. ഒരിക്കലും -6ൻ്റെ അകത്തേക്ക് ആദ്യം ഹരിക്കാനൊന്നും പോയേക്കരുത്. അതെപ്പോഴും പുറത്തിട്ട് ലാസ്റ്റാണ് എല്ലാ കണക്കിലും ചെയ്യുള്ളൂ. 1/-6 ഇൻറ്റു മെട്രിക്സ് 2 ഇൻറ്റു 1 പ്ലസ് -2 ഇൻറ്റു 6 പ്ലസ് -4 ഇൻറ്റു -1 സെക്കൻഡ് റോ, -3 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 6 പ്ലസ് 3 ഇൻറ്റു -1 തേർഡ് റോ, -5 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 6 പ്ലസ് 1 ഇൻറ്റു -1 1/-6 ഇൻറ്റു മെട്രിക്സ് ചെയ്ത് നമുക്ക് കിട്ടിയ കോളം മെട്രിക്സ് -6 -6 ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ മെട്രിക്സ് 1 1 -1. നമ്മുടെ ക്യാപിറ്റൽ എക്സ് എന്ന മെട്രിക്സ് എന്തായിരുന്നു? കോളം മെട്രിക്സ് XYZ ആയിരുന്നു. അങ്ങനെ എഴുതിയിട്ട് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തുല്യപ്പെടുത്തുക. അപ്പോൾ x1 y1 z -1 എന്ന് കിട്ടി. ഇവിടം വരെയാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എഴുതിയെടുത്ത് കൃത്യമായിട്ട് പഠിക്കുക. ഇനിയും ടെസ്റ്റ് പേപ്പർ എഴുതാത്ത പിള്ളേരുടെ പേര് പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ കൊടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം സ്റ്റാഫ് മീറ്റിംഗ് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. A2 ക്ലാസ്സിൽ 27 പിള്ളേരും B2-ലും C2-ലും 47 വെച്ചുമാണ് ഇപ്പോൾ പരീക്ഷ എഴുതിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് എഴുതിയിട്ടാൽ ഒരു ദിവസം കൂടെ ഞാൻ വെയിറ്റ് ചെയ്യും. മെട്രിക്സിൻ്റെ പരീക്ഷ സാറിൻ്റെ പേര് കൊടുക്കാതിരിക്കാം, ഇല്ലെങ്കിൽ കൊടുക്കും. സാർ കൃത്യമായിട്ട് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും.